വലിയ കാർ നിർമ്മാതാക്കൾ മാരുതി സുസുക്കി ആണെന്ന് ഈ രാജ്യത്തെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാമല്ലേ. ഓരോ മാസവും 10,000-കണക്കിന് കാറുകളാണ് ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ വിറ്റഴിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ മാത്രം 1,99,400 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. 2024 ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 0.97% നേരിയ വർധനമാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിപണിയിൽ കമ്പനി 1,63,501 യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ ടൊയോട്ടയ്ക്ക് 10,888 കാറുകൾ നൽകുകയും 25,021 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. സ്ഥിരമായി മികച്ച വിൽപ്പന നിലനിർത്താൻ സാധിച്ചിട്ടും അതൊന്നും പോരാ എന്ന നിലപാടിലാണ് കമ്പനി ഇപ്പോഴുള്ളത്. പ്രവർത്തന ചെലവുകൾ കൂടുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തങ്ങളുടെ മോഡൽ നിരയിൽ വലിയ വർധനവ് നടപ്പിലാക്കിയത്. ഇപ്പോൾ 2025 ഏപ്രിൽ മുതൽ തങ്ങളുടെ കാറുകളുടെ വില 4% വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്പനി. ജനുവരി, ഫെബ്രുവരി മാസങ്ങൾക്ക് ശേഷം ഇത് 3-ാം തവണയാണ് കമ്പനി വില വർധനവ് പ്രഖ്യാപിക്കുന്നത്. ജനുവരിയിൽ മാരുതി കാറുകളുടെ വില 4% വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനം 2024 ഡിസംബറിലായിരുന്നു. ഫെബ്രുവരിയിലും തങ്ങളുടെ കാറുകൾക്ക് 1% മുതൽ 4% വരെ വില കൂട്ടി. തിങ്കളാഴ്ച റെഗുലേറ്ററി ഫയലിംഗിലാണ് ഏപ്രിലിൽ തങ്ങളുടെ കാറുകൾക്ക് വില കൂട്ടുമെന്ന് മാരുതി അറിയിച്ചത്. ഈ വാർത്തയ്ക്ക് പിന്നാലെ കമ്പനിയുടെ ഓഹരികൾ ഏകദേശം 2% ഉയർന്നിരിക്കുന്നത്. ഇൻപുട്ട് ചെലവുകളും പ്രവർത്തന ചെലവുകളും വർദ്ധിച്ചതിനാലാണ് കമ്പനിക്ക് ഈ തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് മാരുതി സുസുക്കി എക്സ്ചേഞ്ച് ഫയലിംഗിൽ പറഞ്ഞു. ഉപഭോക്താക്കളിൽ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ കമ്പനി നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും വർദ്ധിച്ച ചെലവിന്റെ ഒരു ഭാഗം ഉപഭോക്താക്കൾക്ക് കൈമാറേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണെന്നാണ് കമ്പനി പറയുന്നത്. വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകളും പ്രവർത്തന ചെലവുകളും കണക്കിലെടുത്ത് 2025 ഏപ്രിൽ മുതൽ കമ്പനി വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മാരുതി സുസുക്കി ഓരോ മോഡലിനും വില വർധനവ് വ്യത്യസ്തമായിരിക്കുമെന്നും നടപ്പിലാക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഏത് മോഡലിന് എത്ര വില വർധനവ് ഉണ്ടാകുമെന്ന് മാരുതി സുസുക്കി വെളിപ്പെടുത്തിയിട്ടുമില്ല. ഫെബ്രുവരിയിൽ മാരുതി സുസുക്കി വ്യത്യസ്ത മോഡലുകളെ ആശ്രയിച്ച് 1,500 മുതൽ 32,500 രൂപ വരെയാണ് വില കൂട്ടിയത്. ഇത്തവണയും ആഗോളതലത്തിൽ സാധനങ്ങളുടെ വിലക്കയറ്റം, അസംസ്കൃത വസ്തുക്കൾ, ഉയർന്ന ഇറക്കുമതി തീരുവ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ കാരണങ്ങളാണ് കമ്പനി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാരുതി നിലവിൽ ഇന്ത്യയിൽ പെട്രോൾ, CNG പവർ ട്രെയിനുകളിലായി 1.5 ഡസനിലേറെ കാറുകൾ പുറത്തിറക്കുന്നു. മാരുതി നിലവിൽ ഓൾട്ടോ, കേറ്റൻ, എക്സ്പ്രസോ, ഇക്കോ സെലേരിയോ, വാഗണർ, ഇഗ്നിസ്, സ്വിഫ്റ്റ്, ബലേനോ, ഡിസയർ, ഫ്രോൺക്സ്, ബ്രസ, എർട്ടിഗ, സിയാസ്, ഗ്രാൻഡ് വിറ്റാറ, XL6, ജിംനി, ഇൻവിക്ടോ തുടങ്ങിയ മോഡലുകളാണ് പുറത്തിറക്കുന്നത്. നിങ്ങൾ ഒരു മാരുതി സുസുക്കി കാർ വാങ്ങാൻ പദ്ധതി ഇടുകയാണെങ്കിൽ 2025 ഏപ്രിലിന് മുമ്പ് അത് വാങ്ങുന്നതാണ് നല്ലത്. 4% വരെയാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ കൂടാൻ പോകുന്നത്. ഉപഭോക്താക്കൾക്ക് മൂല്യാധിഷ്ഠിത മൊബിലിറ്റി സൊല്യൂഷനുകൾ നൽകുന്നതിൽ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുമാണ് വില വർധനവ് പ്രഖ്യാപന വേളയിൽ മാരുതി പറഞ്ഞിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ എന്നിവയുമായി പൊരുതുന്ന മറ്റ് ഓട്ടോമോട്ടീവ് നിർമ്മാതാക്കളിൽ നിന്നുള്ള ചിലപ്പോൾ സമാനമായ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം.